ഈ വെള്ളിയാഴ്ചയുടെ ഈ ദിവസം നമ്മൾ പ്രത്യേകാൽ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ തിരുസാന്നിധ്യം നിലനിൽക്കുന്ന ഈ ദേവാലയത്തിൽ ഉള്ളിലും വെളിയിലുമായി ആരാധനയോടുകൂടെ നാം ബന്ധപ്പെട്ട് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട്. ധ്യാനത്തിനായിട്ട് മാത്രം കടന്നു വന്നവരുമുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരു നോമ്പിൻ്റെ കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. ജൂൺ മാസം 16-ാം തീയതി ആരംഭിച്ച നോമ്പ് 29-ാം തീയതി ഈ ഞായറാഴ്ച പര്യവസാനിക്കുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ പരിസമാപ്തിയുടെ ഈ സന്ദർഭത്തിൽ വിശുദ്ധ സ്ലീഹന്മാരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാനത്തിലേക്ക് കടക്കാം. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ കഴിയുന്നിടത്തോളവും ആദ്യാവസാനം പങ്കെടുക്കുന്നത് അനുഗ്രഹപ്രദമായിരിക്കും. ഈ ധ്യാനത്തിൻ്റെ അവസാനം മധ്യാഹ്ന നമസ്കാരവും പരിശുദ്ധനായ പരിമല തിരുമേനിയുള്ള പ്രത്യേകമായ മധ്യസ്ഥ പ്രാർത്ഥനയും ദേവാലയത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് അറിവുള്ളതാണ്. ഈ സന്ദർഭത്തിൽ ഈ നോമ്പ് അനുഗ്രഹകരമായി ആചരിപ്പാൻ സഭ അനുശാസിക്കുന്നു. കാനൂനികമായ നോമ്പാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി. പ്രത്യേകിച്ച് പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ മധ്യസ്ഥത അനുഷ്ഠിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഈ ദേവാലയം പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതകാലത്ത് ആ പരിശുദ്ധന്മാരുടെ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ മധ്യസ്ഥതയിലാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ദേവാലയം ആരുടെ നാമധേയത്തിലാണോ ഉദാശ ചെയ്യപ്പെടുന്നത് ആ പരിശുദ്ധന്മാരുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതും നമുക്ക് അനുഗ്രഹകരമാണ്. എന്നാൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ പരിശുദ്ധനായി വിശ്വാസികളുടെ ഇടയിലും മറ്റുള്ളവരുടെ മധ്യത്തിലും സാക്ഷി ജീവിതം നയിച്ച് വാങ്ങിപ്പോയ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ തിരുശേഷിപ്പിടമായതുകൊണ്ട് ആ തിരുമേനിയുടെ പ്രത്യേകമായ സാന്നിധ്യം നാം ഓരോ ദിവസവും ഓരോ നിമിഷവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. രാവിലത്തെ വിശുദ്ധ മൂന്നുമേൽ കുർബാനയിൽ അഭിനന്ദ തിരുമേനി ഓർമ്മപ്പെടുത്തിയതുപോലെ വിശുദ്ധന്മാരോടുള്ളതായ സംസർഗം നമുക്ക് അനുഗ്രഹകരമാണ്. അവരുടെ ജീവിതത്തെ അനുകരിപ്പാൻ തക്കവണ്ണം നമുക്കിടയായി തീരുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്ന അനുഭവമായിട്ട് തീരും. ഈ ധ്യാനത്തിൽ കബറിങ്കൽ പ്രാർത്ഥിക്കുവാനുള്ളവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്. ശാന്തമായ ദേവാലയത്തിൽ ഇരുന്ന് ദൈവവചനം കേൾക്കുവാൻ കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു നിമിഷം ധ്യാനത്തിന് മുന്നമേ ദൈവസന്നിധിയിൽ തലകളെ വണക്കി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വെള്ളിയാഴ്ചയുടെ ഈ ദിവസം നിന്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നതിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ തിരുവചനങ്ങളെ വായിക്കുവാനും ധ്യാനിക്കുവാനും അതിലെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് തിരുവിഷ്ടത്തിന് യോഗ്യമായ പ്രകാരം ഭക്തിയുള്ളവരായി ജീവിപ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്ലീഹാ നോമ്പിൻ്റെ ഈ സമയത്ത് വിശുദ്ധ സ്ലീഹന്മാരുടെ മധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു.
വിദ്യാവിഹീനരായിരുന്ന ആ സ്ലീഹന്മാർക്ക് ദൈവികമായ ജ്ഞാനം കൊണ്ട് നിറച്ച് പരിശുദ്ധാത്മാ കൃപയാൽ അവരെ ശക്തിയുള്ളവരാക്കി തീർത്ത് ബുദ്ധിയെ പ്രകാശിപ്പിച്ച പ്രകാരം ഏഴകളും ഭാവികളുമായിരിക്കുന്ന അടിയങ്ങളെ അവിടുന്ന് ദൈവികമായ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ ദേവാലയത്തിലും ഈ ദേവാലയത്തിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലും ധ്യാനത്തിലായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് തൃക്കൺ പാർക്കണമേ, ഞങ്ങളെ കാത്ത് പരിപാലിക്കണമേ. മാറുന്ന ലോകത്തിൽ മാറ്റമില്ലാത്തവനായി ഞങ്ങളുടെ ഇടയിൽ അവിടുന്ന് വർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ രക്ഷണ്യ സുവിശേഷം സകല ജാതികളോടും പ്രാഗൽഭ്യത്തോടെ പ്രസ്താവിപ്പാൻ തക്കവണ്ണം നിന്റെ പരിശുദ്ധാത്മകൃപ ഞങ്ങളിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകയോട് ഗബ്രിയേൽ മാലാഖ അരുളി ചെയ്തല്ലോ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ. നിന്റെ കൃപ ഞങ്ങളോടുകൂടെ വാഴണമേ. നിന്റെ നിത്യമായ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 മേനി വിളവ് ലഭിക്കത്തക്കവണ്ണം പ്രയോജനകരമാക്കി തീർക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകത്തിലെ പലവിധമായ പ്രാരാബ്ധങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ, ഇല്ലായ്മകളുടെയും വല്ലായ്മയുടെയും നടുവിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ കൂടിവരവ് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിനും കുടുംബജീവിതത്തിനും സഭാജീവിതത്തിനും സാമൂഹ്യ ജീവിതത്തിനും അനുഗ്രഹകരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം മാറ്റമില്ലാത്തതാണ്. നിന്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് വിളക്കും ഊടുവഴികൾക്ക് പ്രകാശവുമായി തീരണമേ. സകല അപകടങ്ങൾ ഞങ്ങളെ നീ കാത്ത് പരിപാലിക്കണമേ. നിന്റെ കൃപയിൻ കീഴെ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം വചന കേൾവി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ വായിക്കുന്നല്ലോ, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവിടെ നിലവിളിക്കുമായി തുറന്നിരിക്കുന്നു. ഒരു വിശുദ്ധനെ വിശുദ്ധനെന്നുള്ള നിലയിൽ കൈക്കൊള്ളുന്നവന് വിശുദ്ധൻ്റെ അനുഗ്രഹങ്ങളെ ലഭിക്കും. നിന്റെ സന്നിധിയിൽ വിശുദ്ധമായ ജീവിതം കഴിച്ച് നീതിമാന്മാരുടെ ഗണത്തിലേക്ക് എടുക്കപ്പെട്ട പരിശുദ്ധ പരിമല തിരുമേനിയുടെ പ്രത്യേകമായ മധ്യസ്ഥത ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ, ഞങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകൾ നിന്റെ പരിശുദ്ധൻ്റെ മധ്യസ്ഥ മുഖാന്തരമായി അങ്ങയുടെ ചെവി ചായ്ച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് ഇടവിടാതെ സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവവചനം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം ആയതിൻ്റെ 28-ഉം 30-ഉം വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 28-ഉം 30-ഉം രണ്ടും വളരെ ബന്ധപ്പെട്ട വാക്യങ്ങളാണ്. നമുക്ക് വളരെ സുപരിതമായ വാക്യമാണ്. ഇപ്രകാരമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: ദൂതൻ അവളുടെ അടുക്കൽ അടുത്ത് ചെന്ന്
കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട് 30-ാമത്തെ വാക്യം, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവൻ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും. ദൈവവചനം നാം ധ്യാനിക്കുവാൻ തക്കവണ്ണമാണല്ലോ ദൈവം അവസരം തന്നിരിക്കുന്നത്. ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും ധ്യാനിക്കണം. പിതാക്കന്മാരും ദൈവ മക്കളും അത് അനുഷ്ഠിപ്പാനായിട്ട് കടപ്പെട്ടവരാകും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ലഭ്യമല്ലാത്ത, നഷ്ടപ്പെടുത്തുന്ന അവസരങ്ങളാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും ഒക്കെ ധ്യാനം നടക്കുന്നുണ്ട്. ഞാൻ തന്നെ വർഷങ്ങളായിട്ട് പല സന്ദർഭങ്ങളിൽ ഇവിടെ വചന ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. എന്നെ കേട്ടിട്ടുള്ള പല ആളുകളും ഇവിടെ ഇരിപ്പുണ്ട്. ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഒരു ജീവിത പദ്ധതിയുടെ ഭാഗമാണ്. എന്താണ് ധ്യാനം? വാട്ട് ഈസ് റിട്രീറ്റ്? റിട്രീറ്റ് ഈസ് ടു ബി വിത്ത് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന അനുഭവമാണ് ധ്യാനം എന്ന് പറയും. ആ ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ലഭ്യമാകുന്നുണ്ട്. നമുക്കറിയാം, ആരാധനയുടെ മകുടമായ വിശുദ്ധ കുർബാനയിൽ നാം സംബന്ധിക്കുമ്പോൾ അവിടെ നമ്മുടെ ഹൃദയങ്ങളും ചിന്തകളും വിചാരങ്ങളും എവിടെയായിരിക്കണം? ഉയരങ്ങളിൽ ആയിരിക്കണം എന്ന് പറയുന്നു. നമ്മൾ പ്രതിവാക്യമായിട്ട് പറയുന്നുണ്ട്, ആയിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളും ചിന്തകളും ഒക്കെ നിന്റെ ഉയരങ്ങളിൽ ആയിരിക്കുന്നു. ധ്യാനത്തിൻ്റെ ഒരു ഫുൾനെസ്സാണ്, ഒരു പൂർണ്ണതയാണ് അവിടെ കാണുന്നത്. ഇവിടെ ധ്യാനം എന്ന് പറയുന്നത് നാം ദൈവത്തോടുകൂടെ ആയിരിക്കുന്ന അനുഭവമാണ്. ഞാൻ ആമുഖമായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. രണ്ടാമതായിട്ട് ധ്യാനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺവെർസേഷൻ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനോട് സംഭാഷിക്കുന്നതാണ് ധ്യാനം. ദൈവശബ്ദം കേൾക്കുന്നതാണ് ധ്യാനം. ദൈവത്തോട് സംസാരിക്കുന്നതാണ് ധ്യാനം. പ്രാർത്ഥനയെക്കാളും മറ്റു പലതിനേക്കാളും കൂടുതൽ നമുക്ക് ദൈവികമായ സംസർഗം അറിയുന്നതിനും അനുഭവിക്കുന്നതിനും സാധിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളാണ്, സമയമാണ് ധ്യാനം. സെമിനാരിയിലൊക്കെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞാലും പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞാലും എല്ലാ വ്യക്തികളും അധ്യാപകരുൾപ്പെടെ അല്പസമയം വീണ്ടും അവിടെ ധ്യാനിക്കുന്നൊരു പതിവുണ്ട്. ഒന്നുകിൽ വായിച്ച വേദഭാഗത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നാം കേട്ടിട്ടുള്ളതായ ചില ചിന്തകൾ ഒരിക്കൽ കൂടെ അയവിറക്കുവാനായി ദൈവസന്നിധിയിൽ മനനപ്പെടുത്തുന്ന, ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. പിതാക്കന്മാരതാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. പരിശുദ്ധനായ പരിമല തിരുമേനിക്ക് ഏതെങ്കിലും പ്രത്യേകമായ നൽവരങ്ങൾ ലഭിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൽ പ്രാപ്യമായത് തൻ്റെ വ്യക്തിപരമായ ധ്യാന ജീവിതത്തോടു കൂടെയാണ്. നോമ്പിൻ്റെയും നമസ്കാരങ്ങൾ അതുപോലെ ആരാധനാക്രമങ്ങളൊക്കെയും പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ പ്രത്യേകമായ സമയം ഓരോ ദിവസവും ധ്യാനത്തിനായിട്ട് മാറ്റിവെക്കുമായിരുന്നു. അതിൽ നിന്ന് ലഭിക്കുന്നതായ ദൈവിക ദർശനങ്ങളാണ്
അദ്ദേഹം ഒരുപക്ഷെ തൻ്റെ കൽപ്പനകളിലും അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പഠിപ്പിക്കുന്നതും പറയുന്നതും പ്രസംഗിക്കുന്നതുമൊക്കെ. അതുകൊണ്ടാണ് പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനമാകുന്നു എന്ന് പറയുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ട് ചേർക്കപ്പെടുന്ന പൊന്നിൻ ചങ്ങലകളത്രേ പ്രാർത്ഥന എന്ന് പറയുന്നു. അദ്ദേഹം ദൈവശാസ്ത്രം പഠിച്ച് പ്രത്യേകമായിട്ട് എഴുതപ്പെട്ടതല്ല. ദൈവീയമായ സംസർഗത്തിൽ കൂടെ ദൈവത്തോട് സംസാരിച്ചു കൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ മിണ്ടാതെ ഇരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവാനായിട്ട് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളാണ്. നമുക്കറിയാം, പരുവലപ്പള്ളിയിലേക്ക് വന്ന് നാം ആരാധനയിൽ പങ്കെടുത്ത് ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായ ഒരാത്മീയമായ അനുഭവം മറ്റു പലയിടത്തു നിന്നും ലഭ്യമല്ലാത്തതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവീയമായ പ്രത്യേക തിരുസാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു ധ്യാനമെന്ന് പറയുന്നത് ദൈവ ശബ്ദം കേൾക്കുന്നതാണ്, ദൈവം സംസാരിക്കുന്നതാണ് ധ്യാനമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സീനായി മലയിൽ മോശ ദർശിച്ച ആ ദൈവികമായ ദർശനമാണ് ധ്യാനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. ദൈവമഹത്വം ദർശിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവ സാന്നിധ്യം നാം ഒന്ന് അനുഭവിക്കുവാൻ നാം ഒരു ആശ്വാസം കണ്ടെത്തുന്ന ഇടമാണ് ധ്യാനത്തിൻ്റെ ഇടമെന്ന് പറയും. ടു റിലാക്സ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനോടുകൂടെ ആശ്വാസം കണ്ടെത്തും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. വേദപുസ്തകമുള്ളവരൊന്ന് എടുത്ത് വായിച്ചാൽ അത് വളരെ സന്തോഷകരമായിരിക്കും. നമുക്കറിയാവുന്ന ഭാഗമാണ്. എന്താണ് അവിടെ പറയുന്നത്? 11:28, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. യു കം ടു മീ, ഐ വിൽ കംഫർട്ട് യു. നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമുക്കറിയാം, ഇന്ന് മനുഷ്യ ജീവിതത്തിൻ്റെ പരിമിതമായ ആയുസ്സിൻ്റെ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരായിരിക്കുന്നു. ശ്രീബുദ്ധൻ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് മനുഷ്യൻ അസ്വസ്ഥനായിരിക്കുന്നത്? മനുഷ്യൻ്റെ അതിമോഹമാണ് അവൻ്റെ അസ്വസ്ഥതയ്ക്ക്, അസമാധാനത്തിന് കാരണം. കർത്താവ് പറയുകയാണ്, അങ്ങനെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളൊരു നിങ്ങൾ എൻ്റെ അടുക്കൽ ഒരു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമുക്ക് ആശ്വാസമില്ലാതെ അലയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ കഴിയുന്നത്. മാതാപിതാക്കള് മക്കളെ കൊണ്ട് ഭാരപ്പെടുന്നൊരു കാലഘട്ടമാണ്. നമുക്കറിയാം, ഇന്നത്തെ വാർത്താമാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന് അധപ്പതിച്ചതിൻ്റെ അങ്ങ് താഴെ തട്ടിലേക്ക് കടന്നു വന്നിരിക്കുക. ഇവിടെ നിന്ന് പറയുവാൻ പോലും അറയ്ക്കുന്ന മനുഷ്യ പ്രാകൃതമായ സ്വഭാവം, സ്വന്തം അമ്മയോട് പോലും പ്രാകൃത മനുഷ്യൻ കാണിക്കുന്നതിനേക്കാൾ വളരെ വികലമായ പ്രവൃത്തികൾ ചെയ്യുന്ന മക്കളെന്നല്ല മകൻ. സ്വന്തം പിതാവിനെ കൊല്ലുന്നതിന് കൂട്ടുനിൽക്കുന്ന അമ്മ, കാമുകന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ സ്വന്തം ഭർത്താവിന് അവസരമൊരുക്കുന്ന ഭാര്യ. ബാക്കിയൊന്നും വിശദീകരിക്കുന്നില്ല. ഏതെല്ലാം വൈകൃതങ്ങളാണെന്ന് സമൂഹത്തിൽ നാം കണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ അമിത മോഹങ്ങൾ, ദൈവികമായ ചിന്തയില്ലായ്മ, ദൈവ സാന്നിധ്യബോധ്യമില്ലായ്മ. അതുകൊണ്ട് ഈ ധ്യാനത്തിൻ്റെ ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത്, നാം ഒരാശ്വാസം കണ്ടെത്തുവാനായി ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. ദേവാലയത്തിൽ വന്നാൽ നമുക്ക് എന്ത് കിട്ടും? ശാന്തിയും സമാധാനവും കിട്ടും. ഞാൻ ഇന്ന് ചിന്താവിഷയമായിട്ട് എടുത്തിരുന്ന കൃപയെക്കുറിച്ചാണ്. നമ്മൾ വായിച്ചല്ലോ, എന്ത് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. വേദപുസ്തകത്തിൽ
വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇതിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 1 മുതൽ വായിക്കുമ്പോൾ അതിൽ വളരെ പ്രത്യേകമായി മറ്റ് സുവിശേഷങ്ങളില്ലാത്ത പല കാര്യങ്ങൾ ഈ ലൂക്കോസ് അപ്പോസ്തലൻ അറിയിപ്പുകാരന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ വേദപുസ്തകത്തെക്കുറിച്ച് നമുക്കൊരു ചിന്ത ഉണ്ടാകണം. ആമുഖമായി ഞാൻ ആ സുവിശേഷത്തെക്കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിവുള്ളതുപോലെ സുവിശേഷങ്ങൾ എത്ര ഉണ്ട്? ധ്യാനമായതുകൊണ്ട് അല്പം നിങ്ങളുമൊത്ത് ആശയവിനിമയം നടത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു കൺവെൻഷൻ്റെ അന്തരീക്ഷമല്ല. ധ്യാനമാകുമ്പോൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം, ചെവിചായ്ച്ച് കേൾക്കണം. ആത്മീയമായ സാഹചര്യങ്ങളിൽ നാം അത് ചിന്തിക്കണം. അവിടെ സുവിശേഷങ്ങൾ എത്ര ഉണ്ട്? 4 ഉണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം എന്നാ 3-ാമത്തേതാണ്. അത് എഴുതിയതാരാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആരാണ്? വൈദ്യനായ ലൂക്കോസ്. ഇദ്ദേഹം തന്നെ വേറൊരു പുസ്തകം കൂടെ നമ്മൾ പുതിയ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, ചിലർക്കൊക്കെ അറിയാം. അപ്പോസ്തല പ്രവൃത്തികളാണ്. ഇത് എഴുതിയ കാലഘട്ടമെന്ന് പറയുന്നത് AD 70 ശേഷം എഴുതിയതാണ്. ഈ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4-5 കാര്യങ്ങൾ മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ട്. നല്ല ശമറിയാക്കാരൻ്റെ രൂപം നമുക്കറിയാം. അത് വേറെ ഒരു സുവിശേഷത്തിലും കാണുവാനായിട്ട് സാധിക്കുകയില്ല. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു സാന്നിധ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി നല്ല ശമറിയാക്കാരനായ യേശു ക്രിസ്തുവിനെ അവിടെ സുവിശേഷകന് അവതരിപ്പിക്കുക. നമുക്ക് സമയച്ചുകൊണ്ട് ആ ഭാഗം വായിക്കണമെന്നില്ല. രണ്ടാമതായിട്ട് 3 ഉപമകൾ ഒരുപോലെ പറയുന്ന ഉദാഹരണങ്ങൾ പറയുന്നൊരു അധ്യായമുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം. അതിലാദ്യം കാണാതെ പോയ ആടിനെക്കുറിച്ച് പറയുന്നുണ്ട്, കാണാതെ പോയ ദ്രഹ്മയെക്കുറിച്ച് പറയുന്നുണ്ട്, കാണാതെ പോയ അല്ലെങ്കിൽ മുടിയനെ പുത്രനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മറ്റ് സുവിശേഷങ്ങളിലെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു സഖായുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു രൂപാന്തരം സഖായിക്ക് ഉണ്ടാകുന്ന അനുഭവം മറ്റ് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും. ചുങ്കക്കാരനായ സഖായുടെ ഭവനത്തിൽ യേശു തമ്പുരാൻ കടന്നു ചെന്നു. അവിടെ പറയുന്നുണ്ട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. യേശു ക്രിസ്തു സ്വന്തം ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്ന അവിടെ പറയുന്നുണ്ട്. വീണ്ടും പറയുന്നു, യേശു തമ്പുരാൻ തൻ്റെ ക്രൂശിൻ്റെ ഇടത് 2 ഭാഗങ്ങളിലായി ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാർക്ക് ഒരാൾക്ക് യേശു തമ്പുരാൻ പറുദീസ വാഗ്ദാനം ചെയ്യുന്നതായ അനുഭവിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള ഭാഗങ്ങളിൽ അവിടെ പറയുന്നുണ്ട്, യേശു പറയാണ്, നീ എന്നോടുകൂടെ ഇന്ന് പറുദീസയിലിരിക്കും. അതുകൊണ്ട് സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരായിരിക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുകയും ദൈവത്തിൻ്റെ വചനം നാം മനനം ചെയ്യുകയും ചെയ്യണം. ദൈവവചനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം സാധാരണയായി വായിച്ചു പോകുന്ന ഒരു വേദഭാഗമാണ്. പ്രത്യേകിച്ച് ഈ നാം വായിച്ച സുവിശേഷ ഭാഗം സൂബോറോ ഞായറാഴ്ചയും അല്ലെങ്കിൽ വചനപ്പിൻ്റെ ഞായറാഴ്ചയും ദേവാലയത്തിൽ വായിക്കുന്നൊരു വേദഭാഗമാണ്. സുബോറോ എന്ന് പറഞ്ഞാൽ വചനപ്പ്. ആണ്ടിൽ 2 പ്രാവശ്യമുണ്ട്. ഒന്ന് നമുക്കറിയാം, യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തിൻ്റെ അറിയിപ്പിന് ശേഷം വിശുദ്ധ ദൈവമാതാവിനുണ്ടായ അറിയിപ്പിൻ്റെ ദിവസം വായിക്കുന്നൊരു വേദഭാഗമാണ്. നമ്മുടെ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, ഈ അധ്യായത്തിൽ വിശുദ്ധ കന്യക മറിയാമിന് ലഭിച്ചതായ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, കൃപ നിറഞ്ഞ മറിയമേ. നമ്മുടെ കൗമാ പ്രാർത്ഥന അറിയാമല്ലോ. ഇന്നത്തെ യുവതലമുറകൾക്ക് പലർക്കും കൗമാ പ്രാർത്ഥന അറിയില്ല. അപ്പോൾ നമ്മളിവിടെ തന്നെ ഈ നമസ്കാരം തുടങ്ങിയപ്പോൾ 2 പ്രാവശ്യം കൗമാ ചൊല്ലി.
കൗമ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാമോ? നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന. നിന്നയല്ല, നിന്നുകൊണ്ട്, സ്റ്റാൻഡ്. നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് കൗമ. അതിൽ 3 പ്രാവശ്യം നാം കുമ്പിടുന്നുമുണ്ട്, അല്ലേ? എപ്പോഴാണ്? ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ എന്ന് പറയുന്ന സന്ദർഭത്തിൽ നാം കുമ്പിടുന്നുണ്ട്. കുമ്പിട്ട് ആരെയാണ് വണങ്ങുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ നാം നമസ്കരിക്കുകയാണ്. വിദ്വാൻമാർ കുമ്പിട്ടു. അവർ പൊന്ന്, മൂര, കുന്തിരിക്കം എന്നിവ സമർപ്പിച്ചുകൊണ്ട് കുമ്പിട്ട് പ്രാർത്ഥിച്ചു. അപ്പോസ്തലപ്രവൃത്തികളിൽ 9 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, തബീഥായെ ഉയർപ്പിക്കുവാനായി മരിച്ചു കിടന്ന ആ പെൺകുട്ടിയുടെ മൃതശരീരത്തിൻ്റെ മുമ്പിൽ ആര് കുമ്പിട്ടു? പത്രോസ് കുമ്പിട്ട് വന്ദിച്ചു, പ്രാർത്ഥിച്ചു. കുമ്പിട്ട് പ്രാർത്ഥിക്കുക, നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. കൗമായിൽ നാം അവിടെ പറയുന്നുണ്ട്, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ആര് പറഞ്ഞതാ? മാലാഖ അരുളി ചെയ്തതാണ്. ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നാ പറയുന്നത്. കൃപ നിറഞ്ഞ മറിയമേ, കൃപ നിറഞ്ഞ മറിയമേ എന്നാ. അപ്പോൾ 5 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. 1, മാതാവിന് ലഭിച്ചത് കൃപ ലഭിച്ചു. കൃപയെന്ന് പറയുന്നത് എന്താ? സുറിയാനിയിലെ തൈബൂസോ എന്ന് പറയും, ഇംഗ്ലീഷിലെ ഗ്രേസ് എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഫേവർ, സഹായം. അല്ലെങ്കിൽ ഹീബ്രു വാക്കിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം ഔദാര്യമെന്ന. അത് പ്രത്യേകിച്ച് അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം വളരെ വ്യക്തമായി പറയുകയാണ്. യാതൊരു അർഹതയില്ലാത്ത ഒരു വ്യക്തിക്ക് തിരിച്ചു കൊടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഉന്നത സ്ഥാനത്ത് നിന്നും സൗജന്യമായി ലഭിക്കുന്ന ഫേവറാണ്, സഹായമാണ് എന്ത്? കൃപയെന്ന് പറയും. ഈ അടുത്ത സമയത്ത് എൻ്റെ വീട്ടിൽ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷൻ കടന്നു വന്നു. അപ്പോൾ അവനിങ്ങനെ സംസാരിക്കുന്ന അവസരത്തിൽ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. കിറുവ 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 എന്ന് പറയും. കൃപ തന്നെയാണ് ഹിന്ദി പറയുമ്പോൾ കിറുവ എന്നാ, കിറുവ. ഇംഗ്ലീഷിൽ അതിനെ ഗ്രേസ് എന്നാ പറയും. എന്താണെന്ന് ഞാൻ പറഞ്ഞു. യാതൊരു അർഹതയില്ലാത്ത ആൾക്ക് സൗജന്യമായി, ഔദാര്യമായി, നമ്മൾ പാടുന്നുണ്ട്, അർഹിക്കാത്ത നന്മകളാൽ, അല്ലേ പാടുന്നു. അപ്പോൾ നമുക്ക് അർഹതയില്ലാത്ത ഒരു സാഹചര്യം. ഇവിടെ കന്യകമറിയാം ആരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്നു, കന്യക മറിയാം 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലെ യോസഫ് എന്നൊരു പുരുഷൻ വിവാഹ നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. പിന്നെ ദൂതൻ അവളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, കൃപ ലഭിച്ചോളെ നിനക്ക് വന്ദനം. അപ്പോൾ പറയുന്നുണ്ട്, മറിയാം ഈ വാക്ക് കേട്ടിട്ട് ഭ്രമിച്ചു. ഇതെന്താണെന്ന് അറിയാൻ പാടില്ല, ഇതെന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു. അപ്പോൾ ദൂതൻ വീണ്ടും 30-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദൂതൻ അവളോട് പറയുകയാണ്, മറിയമേ നീ ഭയപ്പെടേണ്ട. ഡോണ്ട് ബി ഫിയർ. ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഭയമാണല്ലേ. എന്നോട് കഴിഞ്ഞ ദിവസം ഒരമ്മ പറഞ്ഞു, എൻ്റെ അച്ഛ, മോന് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്, 8-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പക്ഷെ അവൻ വരുന്നത് വരെ എൻ്റെ ഉള്ളിൽ തീയ, എൻ്റെ ഉള്ളിൽ തീയ, ഭയമാ. അവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് അറിയാൻ പാടില്ല. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവരെന്തൊക്കെ പ്രവർത്തിക്കുമെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാൻ പാടില്ല. കാരണം കൂട്ടുകാരുമായിട്ട് ചേർന്ന്, ഇന്നലെ ലഹരി വിരുദ്ധ ദിനമായിരുന്നു. ഇന്നലെ ആ ലഹരി വിരുദ്ധ ദിനത്തിൽ തന്നെ അനേക ആളുകളെ, കഞ്ചാവ് കടത്തുന്ന ആളുകളെ പോലീസ് പിടിച്ചു. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരന് സൗജന്യമായി കഞ്ചാവ് മാറുന്ന സമയത്ത് തെളിവോടുകൂടെ പിടിച്ചു. ഹൈസ്കൂളിൽ പഠിക്കുവാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഇന്ന്
അതിനടിമപ്പെട്ടിരിക്കുകയാണ്. കാരണം ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും സമീപത്തുള്ള കടകളിലൊക്കെ ഇന്ന് അരുതാത്ത ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇതിനടിമപ്പെട്ട് കഴിയുമ്പോൾ അവൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് അവൻ അറിയുവാൻ പാടില്ല. അവനല്ലാതായി തീരുന്നുണ്ട്. ഇന്നലെ ടി വിയിൽ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണുകയുണ്ടായി. അതിനകത്തൊരു ചെറുപ്പക്കാരനുമായിട്ട് ചോദിച്ചപ്പോൾ പറയുന്നു, ഇവൻ എന്ത് ചെയ്യുന്നു എന്ന് അവൻ അറിയാൻ പാടില്ല. അവൻ്റെ സുബോധം നഷ്ടപ്പെടുന്നു. അവനല്ലാതായി തീരുന്നു. അവന് വിശപ്പില്ല, കുളിക്കുന്നില്ല, നനയ്ക്കുന്നില്ല, പല്ല് തേക്കുന്നില്ല, ഭക്ഷണം വേണ്ട, സകലതിനോടും വെറുപ്പ്, തലയ്ക്ക് പെരുപ്പാണ്. അമ്മയും പെങ്ങളെയും തിരിച്ചറിയുവാൻ സാധിക്കാത്ത, അപ്പനോട് പറയുവാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞ് കൂട്ടുകാരുമായി താന്തോന്നിയായി നടക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നു. അവിടെ പറയുകയാണ്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, കൃപ നിറഞ്ഞവനെ നിനക്ക് സമാധാനം. ഇവിടെ മറിയം അവിടെ എന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു. അവരോട് പറയുകയാണ്, മറിയമേ നീ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. സക്രിയാവിനോട് പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യം. ഭയപ്പെടേണ്ട എന്ന് അനേക ആളുകളോട് ദൈവവചനം പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. ഡോണ്ട് ബി ഫിയർ അറ്റ് ഓൾ. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളെ കരുതുന്നവനായൊരു ദൈവം ഇവിടെ ഉണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മോട് കൂടെ നടക്കുന്നവൻ നമ്മേക്കാൾ വലിയവനാണെന്നുള്ള ചിന്ത നമ്മെ ഭരിക്കണം. വായിച്ചേ വിശുദ്ധ സക്രിയാവൻ. സക്രിയാവ് അവനെ കണ്ട് ഭ്രമിച്ചു. അവൻ ഭയപരവശനായി. ദൂതൻ അവനോട് പറയുകയാണ്, സക്രിയാവേ നീ ഭയപ്പെടേണ്ട. എന്താണ്? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് മകനെയും തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്നവനായൊരു ദൈവമുണ്ട്. നമുക്കറിയാം, സെന്റ് അഗസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. മോണിക്ക സെന്റ് അഗസ്റ്റിൻ്റെ അമ്മയാണ്. ചെറുപ്പത്തിൽ എല്ലാവിധമായ ദുർനടപ്പുകൾക്കും വിധേയപ്പെട്ടുകൊണ്ടിരുന്ന ആ മകന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച അമ്മ. ഫലം എന്താണ്? ആ പ്രാർത്ഥനയുടെ ഫലം കേട്ട് കണ്ണുനീരിനെ മാനിക്കുന്നവനായ ദൈവം, കണ്ണുനീരിനെ മറികടക്കാത്തവനായ ദൈവം ആ അഗസ്തിനോസായിരുന്ന ചെറുപ്പക്കാരനെ പൂർണ്ണമായ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് അവൻ വലിയ പരിശുദ്ധനായി തീർന്നു. മാറ്റം വന്നു. പ്രാർത്ഥന കേൾക്കണം. നമ്മൾ പാടുന്നുണ്ടല്ലേ, പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ നിന്റെ സന്നിധിയിൽ കണ്ണാരത്തിവാ സ്വർഗീയാനുഗ്രഹ അതിൽ തുറക്കണമേ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാതന കേൾക്കണേ എൻ പ്രാർത്ഥന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമ നാരുളിയോനേ നീക്കം വരാത്ത നിൻവാ പേർക്കു നീ തന്നു
എല്ലാവരും കൂടെ ചേർന്ന് നീക്കം വരാത്ത നിൻ പേർക്കു നീതൻ കേൾക്കണേ എൻ പ്രാർത്ഥന, എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന. വചനമന്ന മാവിൻ ദാഹം തീർപ്പാൻ വര പകരുക ആത്മാവിൻ. പരിശുദ്ധാത്മാവ് നമ്മിൽ പകരട്ടെ. പകരുക ആത്മാവിൻ തീരും കേൾക്കണേ എൻ പ്രാർത്ഥന, എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന. പാപവും രോഗവും അകറ്റിയിടുവാൻ ഇന്ന് അറിയുവാനിവിടെ അറിയുവാനിവിടെ ഞങ്ങൾ കേൾക്കണേ എൻ പ്രാർത്ഥന, കേൾക്കണേ എൻ പ്രാർത്ഥന. സക്കറിയാവിൻ്റെ പ്രാർത്ഥനയെ കേട്ടവനായ ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കും. നമ്മുടെ യാചനകൾക്ക് അവൻ മറുപടി തരും. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുന്ന കർത്താവ് ഇന്ന് സജീവനായി നമ്മുടെ മധ്യയുണ്ട്. വചനം നമ്മുടെ ഉള്ളിൽ ശരീരമായി തീരുമ്പോൾ, ശരീരമെടുക്കുമ്പോൾ അവൻ നമ്മിൽ പ്രവർത്തിച്ച് പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നമ്മെ വഴി നടത്തും. നമ്മുടെ പാപത്തെയും നമ്മുടെ രോഗത്തെയും കാൽവറിയിൽ ക്രൂശിൽ വഹിച്ചവനായ കർത്താവ് നമ്മുടെ വിശ്വാസം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പാപത്തെയും രോഗത്തെയും അകറ്റുവാൻ കഴിവുള്ളവനാണ്. ഇവിടെ സക്കറിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവജനം പറയുകയാണ്, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. എന്താ, അവനൊരു മകനെ നൽകുന്നു. വീണ്ടും നമുക്ക് നോക്കാം, അബ്രഹാമിന് വിളിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം. ഒരു കാര്യം നാം ഓർത്തിരിക്കുക, ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് നാം കണ്ടു, ഗ്രേസാണ്, ഔദാര്യമായി ലഭിക്കുന്നതാണ്. പൗലോസിനോട് പറയുന്നുണ്ട്, എൻ്റെ കൃപ നിനക്കു മതി. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. കൃപ എന്ന് പറയുന്നത് കരുണയ്ക്ക് മുമ്പേ ഉള്ളതാണ്. ഒരുവനോട് കരുണ തോന്നുന്നതിന് മുമ്പ് തന്നെ
ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ട്. കുഷ്ഠരോഗിയെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് തൻ്റെ കൃപ അവൻ്റെ മേലെ നൽകുന്നതിന് പൂർണ്ണ മനസ്സായി കഴിഞ്ഞപ്പോഴാണ് അവനോട് കരുണ തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായി. എന്തു പറഞ്ഞു? അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയവും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. വീണ്ടും 4-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും. അബ്രഹാമിന് മക്കളെ കൊടുത്തു. ഭാര്യയുടെ പേരെന്തായിരുന്നു? സാറ. അബ്രഹാമിന് എത്ര വയസ്സുണ്ടായിരുന്നു? 90, 99. സാറയ്ക്കാ 90. അബ്രഹാമിന് 99 വയസ്സ്, സാറയ്ക്ക് 90 വയസ്സ്. ലോകപ്രകാരം നമ്മൾ ചിന്തിക്കും എങ്ങനെ സംഭവിക്കും? പക്ഷേ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. സാധാരണ നമ്മൾ പറയാറുണ്ട്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനായ കർത്താവ്. അതുകൊണ്ട് കൃപ എന്ന് പറയുന്നത് തന്നോട് കൂടെ ഉണ്ടായിരിക്കുന്ന കൃപയാണ്. വീണ്ടും നമുക്ക് നോക്കാം, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം. ദൈവകൃപയെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും നമുക്ക് ദൈവകൃപ അനുഭവിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? 17-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 21:17. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കും. ഹാഗാറിനോട് പറയുകയാണ്, ഒരു ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട് പറഞ്ഞു, ഹാഗാറെ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട, ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കും. നാം ഇരിക്കുന്നിടത്ത് നിന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഇവിടെ നിന്ന് പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, വിശ്വസിക്കുന്നുവോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. കന്യാമറിയാവിനോട് പറയുന്നുണ്ട്, വിശ്വസിച്ചവൾ ഭാഗ്യവതി, അല്ലേ? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പൊ മഹത്വം കാണൽ എന്താ വേണം? വിശ്വസിക്കണം. നമുക്ക് പലതും അനുഭവവേദ്യമാകാത്ത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിശ്വാസക്കുറവിൽ അവൻ അത്ഭുതപ്പെട്ടു. ദൈവം പറയുന്നുണ്ട്, നീ വിശ്വാസത്തോടുകൂടി ഈ മലയോട് നീങ്ങിപ്പോകാൻ അപേക്ഷിച്ചാൽ ഈ മല മാറിപ്പോകും. ഇത് പ്രസംഗം കേട്ടൊരമ്മച്ചി വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. കുടില് കെട്ടി ഒരു മലയുടെ സമീപത്ത് താമസിക്കുന്ന ഒരമ്മച്ചിയായിരുന്നു. അപ്പോൾ രാത്രി സന്ധ്യയായപ്പോൾ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ മല നീങ്ങിപ്പോകണമേ. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ മലയൊന്നും നീങ്ങിട്ടില്ല. അല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു ഇത് നീങ്ങത്തൊന്നുമില്ല എന്ന് പറയുന്ന വിശ്വാസമല്ല. പറയുകയാണെന്ന് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തോട് ഇവിടെ പറയാണ്, ബാലൻ ഇരിക്കുന്ന ഇടത്ത് നിന്ന് ഞാൻ നിലവിളി കേട്ടു. കേൾക്കുക മാത്രമല്ല, കാണുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19 പറയുന്നുണ്ട് സക്കായുടെ അനുഭവം. സക്കായിക്ക് എന്തായിരുന്നു ആഗ്രഹം? ഇങ്ങനെ കേട്ടിട്ടുള്ള ഒരു യേശുവിനെ ഒന്ന് കാണണമെന്നൊരാഗ്രഹം, അല്ലേ? അവിടെ പറയുന്നുണ്ട്, അവിടെ സക്കായുടെ ഭവനത്തിലേക്ക് യേശു വന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെ വായിക്കുമ്പോൾ അവിടെ ചുങ്കക്കാരനായ സക്കായുടെ ഭവനത്തിലേക്ക് യേശു വന്നു. അവൻ ആഗ്രഹിച്ചത് എന്തായിരുന്നു? യേശുവിനെ യേശു കാണാതെ ഒന്ന് കാണണം, അല്ലേ? നമ്മളും ചിലരൊക്കെ ഉണ്ട്, വീടിന് കർട്ടനൊക്കെ ഇട്ടേക്കും, അകത്തിരുന്ന് നമ്മൾ നോക്കിയാൽ വെളിയിൽ പോകുന്നവരെ കാണണം, വെളിയിൽ കൂടെ പോകുന്നവർ നമ്മളെ കാണുകയും ചെയ്യരുത്. കാറിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടതായ എന്നാ പറയുന്നത് കവറിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസൊക്കെ എടുത്തു മാറ്റി. അകത്ത് നടക്കുന്നത് വെളി കാണരുത്. നമ്മുടെ എല്ലാം ആഗ്രഹമാണ്, അല്ലേ? അതുകൊണ്ട് സക്കായി ആഗ്രഹിച്ചത് മാത്രമായിരുന്നു. അതുവഴി ഇങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു, കേട്ടു. പലരും
വലിയ അത്ഭുതവാനായ യേശുവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേട്ടവനെന്ന് കണ്ടാ കൊള്ളാമെന്ന് വിചാരിച്ച് കയറി. പക്ഷേ എന്തോ പറ്റി? പേര് ചൊല്ലി അവനോട് യു സക്കായി യു കം ഡൗൺ, നീ ഇറങ്ങി വരാൻ പറഞ്ഞു. എന്നിട്ട് എന്തോ പറയുക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ പൂർണ്ണ അതിശയിച്ചു പോയി. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. അതുകൊണ്ട് നമ്മെ കാണുന്ന ഒരു ദൈവം, ഞാൻ പറഞ്ഞല്ലോ, നമ്മോട് കരുണ തോന്നുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ട്. വാട്ട് വി ആർ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നാം എന്തായിരിക്കുന്നു അത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നുണ്ട്, നോട്ട് ഓൺ മൈ മെറിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. ഞാനായിരിക്കുന്നതൊന്നും എൻ്റെ കഴിവല്ല, അല്ലേ? എൻ്റെ കഴിവല്ല, only by the grace of God, ദൈവത്തിൻ്റെ കൃപ മാത്രം നമുക്ക് പറയുവാൻ സാധിക്കും. എത്രമാത്രം ദൈവം നമുക്ക് തന്നിരിക്കുന്ന എത്രമാത്രം അത്ഭുതങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു കഥ വായിച്ചു. സംഭവമാണ്. ഒരു പിതാവ് പ്രായമായി 80 വയസ്സ് കഴിഞ്ഞു. മകനെ പിടിച്ചുകൊണ്ട് ഒരു പൂന്തോട്ടത്തിൽ കൊണ്ടിരുത്തി. അപ്പം അപ്പനെ സ്നേഹിക്കുന്നു എന്നുള്ളത് വരുത്തണം, മറ്റുള്ളവർ കാണണം, അങ്ങനെയൊക്കെ ചെന്നു. അപ്പം അപ്പനെ കൊണ്ടുപോയി പിടിച്ചിരുത്തി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതോ ശബ്ദം കേട്ടു. അതെന്താണെന്ന് ചോദിച്ചു. മകൻ ആദ്യം ഉത്തരം പറഞ്ഞു, ഒരു കിളിയാന്ന് പറഞ്ഞു. പിന്നെ അപ്പൻ ചോദിച്ചു, എന്താ ഈ ശബ്ദം? അപ്പം മോൻ എന്തോ പറഞ്ഞു, കിളിയാന്ന് പറഞ്ഞില്ലേ. ശബ്ദം ഒന്ന് ഉയർത്തി. അപ്പൻ എന്നിട്ടും പറ്റുന്നില്ല. മൂന്നാമത് ഒന്നുകൂടെ ചോദിച്ചു, മോനെ എന്തോ ശബ്ദം കേട്ടല്ലോ. എൻ്റെ പൊന്നപ്പാ, അത് കിളിയാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൻ്റെ ആഗ്രഹം ഇതൊന്നിട്ട് തീരുന്നില്ല. എന്തോ ശബ്ദം വല്ലാതെ കേട്ടല്ലോ, ഒന്ന് മിണ്ടാതിരിക്കെ. മുടിഞ്ഞൊരപ്പൻ കിളിയാന്ന് പറഞ്ഞില്ല. അപ്പം അപ്പൻ ഇത് കേട്ട് നാലാമത്തേതായി കഴിഞ്ഞപ്പോൾ മോനോട് പറഞ്ഞു, മോനെ, നീ ഈ പൂന്തോട്ടത്തിൽ തന്നെ എത്രയോ പ്രാവശ്യം നിന്നെയും കൊണ്ട് ഞാനിവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള ശബ്ദങ്ങൾ കേട്ട് നീ 21 പ്രാവശ്യം എന്നെ കൊണ്ട് ഉത്തരം പറയിച്ചിട്ടില്ലേ? നീ അത് ഓർക്കുന്നില്ലേ? എത്ര വർഷങ്ങൾക്ക് മുമ്പാ ഞാൻ കാണിച്ച സ്നേഹം നീ എന്നോട് കാണിക്കാത്തത് എന്താണ് എന്ന പരിഭവത്തോടെ അപ്പൻ പറഞ്ഞത്. ഞാനിത് ഓർക്കുന്നത് ദൈവത്തോട് നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, എന്താ ഇങ്ങനെ? എനിക്കെന്താ ഇങ്ങനെ വന്നത്? ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, വെള്ളിയാഴ്ചകളിൽ പരുവലെ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ചെയ്യാന്നൊക്കെ ചെയ്തെങ്കിൽ എന്തുകൊണ്ടാണ്? വൈ? ബിക്കോസ് നമ്മൾ ചോദിക്കും. ഉത്തരം എന്താ? ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് എന്നാ പറയുന്നത്. ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു, നമ്മെ സ്നേഹിച്ചു. ദൈവം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ്? ഗോഡ് ഈസ് ലവ്. കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യം തന്നെ പഠിപ്പിക്കണ്ടേ, ഗോഡ് ഈസ് ലവ്. ഗോഡ് വാസ് ലവ് എന്നല്ല, ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:16 ഇവിടെ പറയുന്നത് എന്താ? തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ ദൈവം അത്രമാത്രം ലോകത്തെ, ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് എന്നാ പറയുന്നത്. അത്രമാത്രം സ്നേഹിച്ച സ്നേഹമാണ്. ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചിരിക്കുന്നു. അതിന് തക്കവണ്ണം നാം എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇത് നമ്മൾ പാടും. ദൈവത്തിൻ്റെ സ്നേഹം വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ പറയാണ്, ഹഗാറേ നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലനിരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തോട് ചോദിച്ചാൽ, യാചിച്ചാൽ, പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അനുഗ്രഹങ്ങൾ കിട്ടും. അതാ പറയുന്നുണ്ട്, നിങ്ങൾ മക്കൾ അപ്പൻ ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ, മുട്ട ചോദിച്ചാൽ, ഓരോന്ന് പറയുന്നുണ്ടല്ലോ. പാമ്പിനെ കൊടുക്കുമോ? അവിടെ പറയുന്നുണ്ട്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ പറഞ്ഞേ, സ്വർഗസ്ഥനായ പിതാവ്
പരിശുദ്ധാത്മാവിനെ എത്രയോ അധികമായി നൽകും. ദി അബണ്ടന്റ് ഗ്രേസ് ഗിവൺ ബൈ ഗോഡ്. സമൃദ്ധമായ ജീവൻ നമുക്ക് ആര് തരും? ദൈവം തരും. യോഹന്നാന്റെ സുവിശേഷം 19 പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അതെത്രയാണ്? സമൃദ്ധമായിട്ടുണ്ടാകുവാനും അത്ര ഞാൻ വന്നിരിക്കുന്നത്. സമൃദ്ധമായ ജീവൻ ഉണ്ടാകണം. അതുകൊണ്ട് നാം എന്ത് ദൈവത്തോട് ചോദിച്ചാൽ ആ ചോദിക്കുന്നതിനേക്കാൾ ധാരാളമായ കൃപകളാൽ നമ്മളെ നിറയ്ക്കും. പക്ഷെ ചോദിക്കുന്നതെല്ലാം ചിലപ്പോൾ കിട്ടാതെ വരും. ചോദിച്ചാൽ പലതും നമുക്ക് ലഭിക്കുകയില്ല. കാരണം നമുക്ക് ഇവിടെ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, 2 കൊരിന്തി അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 12-ാം അധ്യായം അവിടെ പറയാണ്, ഞാൻ 3 വട്ടം ചോദിച്ചു. അവിടെ പറയാണ്, അന്നേരം എന്തോ പറഞ്ഞു? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നാ പറഞ്ഞത്. മനസ്സിലായോ? 2 കൊരിന്തി 12-ാം അധ്യായം അവിടെ പറയുകയാണ്, അവൻ 3 വട്ടം ചോദിച്ചു, എൻ്റെ ശരീരത്തിലെ ശൂലം മാറണം, അതിനുവേണ്ടി എന്നോട് കരുണ ചെയ്യണം എന്ന് അവൻ പ്രാർത്ഥിച്ചപ്പോൾ പറയുകയാണ്, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു, ബലഹീനതയിൽ നടത്തുന്ന ദൈവം, എൻ്റെ കൃപ നിനക്ക് മതി. അതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ശൗലായിരുന്ന പൗലോസ് മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ അവൻ ചോദിക്കുമ്പോൾ ദൈവാത്മാവ് പറയുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു. ഇവിടെ പറയുകയാണ് 12-ാം അധ്യായം, ഞാൻ 3 പ്രാവശ്യം നിങ്ങളുടെ അടുക്കുവാൻ വരുവാൻ ഞാൻ ആഗ്രഹിച്ചു. വീണ്ടും പറയാണ് 7-ാം വാക്യത്തിൽ പറയുന്നു, അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരെന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. മനസ്സിലായോ? ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ശക്തനാകും. ശൗല് വളരെ ശക്തമായി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. എന്നാൽ തൻ്റെ ബലഹീനതയിൽ ദൈവത്തോട് അവൻ ചോദിച്ചപ്പോൾ പറയുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. 1 കൊരിന്തി 15-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുകയാണ്, 15-10, ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. ഞാനായിരിക്കുന്ന എന്തുകൊണ്ടാണ്? കൃപയാലാകുന്നു. നമ്മളെ സാധാരണ വിവാഹത്തിന് കുറിയടിക്കുമ്പോൾ അതിനകത്ത് ഡിയോ വാലൻ്റി എന്ന് പറഞ്ഞ DV എന്നൊരു ഇത് കൊടുക്കും. എന്താണെന്നറിയാമോ അതിൻ്റെ അർത്ഥം? ദൈവം അനുവദിക്കുന്നുവെങ്കിൽ. അറബി നാട്ടിൽ അവർ പറയും ഇൻഷാ അല്ലാഹ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദൈവം അനുവദിക്കും, ഇഫ് ഗോഡ് അലൗസ്. നമ്മളും പറയും ദൈവം അനുവദിച്ചാൽ. ദൈവത്തിൻ്റെ കൃപയിൽ നാം ആശ്രയിക്കുമ്പോൾ അവൻ നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. നമ്മൾ കണ്ടുവന്നത് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തോട് ചോദിക്കുക. ഇസഹാക്കിന് ഇവിടെ പറയുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 24-ാമത്തെ വാക്യം. കൃപ ലഭിച്ച വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ധാരാളം പഴയ നിയമത്തിലുണ്ട്. അതുകൂടാതെ തന്നെ പുതിയ നിയമത്തിൽ ധാരാളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു, കരുണയേക്കാൾ മുന്നമേ ഉള്ളതാണ് ദൈവത്തിൻ്റെ കൃപ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 24-ാമത്തെ വാക്യം എന്ത്? അവിടെ പറയാണ്, അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ. ഇമ്മാനുവേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം അല്ലേ? പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, ദൈവം നമ്മോടുകൂടെ. ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോടുകൂടെ. ഉൽപ്പത്തി പുസ്തകം 26-ന്റെ 24 അവിടെ പറയുകയാണ്, അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട,
ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ മുമ്പേ ഓർമ്മപ്പെടുത്തി, നാം ആയിരിക്കുന്നിടത്ത് നമ്മോടുകൂടെ ആയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം ഉറങ്ങുമ്പോൾ നമ്മോടുകൂടെ ആയിരിക്കുന്നൊരു ദൈവമുണ്ട്. രാത്രിയിൽ നമ്മോടുകൂടെ ഇരിക്കുന്ന ദൈവമുണ്ട്. പകല് നമ്മോടുകൂടെ ഇരിക്കുന്ന ദൈവമുണ്ട്. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടത്തിക്കൊണ്ടു വന്നപ്പോൾ പകൽ മേഘസ്തംഭം, രാത്രിയിലെ അഗ്നി. ആവശ്യമായത് ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കും. ആ ഭാഗം വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് വലിയ ആത്മപ്രചോദനം നമുക്കുണ്ടാകും. ഇസ്രായേൽ ജനം വിശന്ന് പൊരിഞ്ഞു കിടക്കുന്നു. ഭക്ഷിപ്പാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. അലയുന്ന ഇന്നും നാം ആ സീനായി പർവ്വതത്തിലേക്ക് പോകുമ്പോൾ, ഈജിപ്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മരുഭൂമി എന്ന് പറഞ്ഞാൽ പച്ചിപ്പില്ലാത്ത പൂർണ്ണമായ 300-400 കിലോമീറ്ററോളം വെറും പാറക്കെട്ടുകൾ മാത്രമായുള്ള വിജന സ്ഥലം. ആ പാറയിൽ നിന്ന് ജലം കൊടുത്തവനായ ദൈവം ഇന്നും ആ പാറ കാണുവാൻ സാധിക്കും. ഇന്നും വറ്റാത്ത നീരുറവ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അവർക്ക് ഉയരത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന് എന്ത് കൊടുത്തു? അവർക്ക് വിശന്നപ്പോൾ വളരെ രുചികരമായ മന്ന കൊടുത്തു. ഞാൻ പറഞ്ഞിട്ടുണ്ട് മന്ന എന്നുള്ള വാക്കിന്റെ അർത്ഥം. വാട്ട് ഈസ് ദിസ്? എന്താണെന്ന് അതിൻ്റെ അർത്ഥം. കിട്ടി, വളരെ രുചികരമായി. അവിടെ പറയുന്നുണ്ട്, അന്നന്നത്തേക്ക് വേണ്ടുന്ന അപ്പം അവർക്ക് കൊടുത്തു. അതുതന്നെ നമ്മൾ കർത്തൃപ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് തരണമേ. അപ്പം കൊടുത്തു. ജനം വളരെ കോപിച്ചു. ദാഹിച്ച് വലഞ്ഞ ജനത്തിന് വെള്ളമില്ല. യഹോവയുടെ അരുളപ്പാടുണ്ടായി. മോശ പാറമേൽ തൻ്റെ വടി അടിച്ചപ്പോൾ എന്ത് കിട്ടി? വളരെ മധുരതരമായ വെള്ളം കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവര് ഇറച്ചി ആവശ്യപ്പെട്ടു. ഇറച്ചി വേണം. എന്ത് ചെയ്തു? കാടപ്പക്ഷികളെ അയച്ചു കൊടുത്തു. കാടപ്പക്ഷിക്കുള്ളൊരു ഗുണം, പറക്കും, പക്ഷേ വളരെ ഉയരത്തിൽ പറക്കുകയില്ല. അവരുടെ ആളുകളുടെ വലിപ്പത്തിൽ പിടിക്കത്തക്ക രീതിയിൽ അവരുടെ കയ്യെത്തുന്ന ദൂരത്ത് കാടപ്പക്ഷികൾ പറന്നു. എല്ലാവർക്കും കിട്ടി. അവർ തിന്ന് തൃപ്തരായി. തൻ്റെ ജനത്തെ പട്ടിണിക്കിടാത്ത ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഇവിടെ പറയുകയാണ്, അബ്രഹാമിൻ്റെ ദൈവം ഞാനാകും. നമ്മൾ പാടുന്നുണ്ട്, അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം ഇന്നും കൂടെയുള്ളതാൽ അബ്രഹാമിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കാലം ചെയ്ത യൂറീസ് മാർസ്താസിസ് തിരുമേനി ഞങ്ങളുടെയൊക്കെ ഗുരുവാണ്. എനിക്ക് പട്ടം തന്നത് തിരുമേനിയാണ്. തിരുമേനി പലപ്പോഴും പറയും, തോമസിൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരനുഭവം ഉണ്ടാകണം. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധുജ്ഞാനി ക്ഷോണിതനിൽ ക്ലേശിപ്പാൻ എന്ന് സാധു കൊച്ചുപദേശി പാടിയത് എൻ്റെ ദൈവം, മൈ ലോഡ്. അത് തന്നെയാണ് തോമാസ് ശ്ലീഹ പറഞ്ഞത്, മൈ ലോഡ് ആൻഡ് മൈ ഗോഡ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ, എൻ്റെ ദൈവം എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. പാടുന്നുണ്ടല്ലേ, ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ അവൻ എനിക്ക് മതിയായവനാണ്. നാം കണ്ടുവന്നത് ദൈവകൃപ ലഭിക്കും. ദൈവത്തെ അറിയുന്നവർക്ക്, തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ ധാരാളമായ കൃപകൾ നൽകും. വീണ്ടും നമുക്ക് നോക്കാം, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 46-ാം അധ്യായം. അവിടെ പറയുന്നുണ്ട്, യാക്കോബിനോട് പറയുന്നുണ്ട്, 46-ന്റെ 2 മുതൽ 7 വരെയുള്ള ഭാഗം വായിച്ച്. അവിടെ യാക്കോബിൻ്റെ ദൈവം, നാം പാടിയല്ലോ, അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ ദൈവം. 46-ന്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു, യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിൻ്റെ ദൈവം. പോകുവാൻ നീ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം, എൻ്റെ ദൈവം എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് രോഗങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, ബുദ്ധിമുട്ടുകൾ വരാം, പക്ഷേ ജയിപ്പാനായിട്ടുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവമാണ്.
ഞാൻ അടുത്ത സമയത്ത് ഒരു പുസ്തകത്തിലാണ് വായിച്ചു. ഒരു രോഗിയായിരുന്ന ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു സമൂഹം പ്രത്യേകമായി പ്രാർത്ഥനയോടുകൂടെ ഇരുന്നു. 3 ദിവസമായിട്ട് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. തീപ്പൊള്ളലേറ്റൊരു കുഞ്ഞാണ്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വളരെ മാരകമായ അവസ്ഥയിലേക്ക് അത് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് അവർക്ക് താല്പര്യമുണ്ടെങ്കിലും അവർ വിശ്വസിക്കുന്ന സമൂഹക്കാർ അതിനനുവദിക്കാതിരുന്നു. പെട്ടെന്ന് പറയട്ടെ, നാട്ടുകാരൊക്കെ ഇടപെട്ടു, ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. പ്രാർത്ഥനയുടെ ഫലമില്ലായ്മയല്ല അവിടെ. പക്ഷേ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നാം എന്ത് ചെയ്യണം? ചെയ്യേണ്ടതായ പ്രവൃത്തി ചെയ്യണം. നാം നടന്നു പോകുമ്പോൾ എനിക്ക് നീന്തറിയാം. ഒരു കുളത്തിൽ ഒരു കുഞ്ഞ് വെള്ളത്തിൽ മുങ്ങിത്താഴുകയാണ്. നാം എന്ത് ചെയ്യണം? അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതിയോ? നീന്തറിയാമെങ്കിൽ ഇറങ്ങി ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം. ആ നീന്തറിയാവുന്ന വ്യക്തി കരയ്ക്ക് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ടായില്ല. പ്രാർത്ഥിച്ച് വെള്ളത്തിലേക്ക് ചാടിയാൽ ഞാൻ ചാടുമ്പോൾ ആ കുഞ്ഞിൻ്റെ ശക്തി കൊണ്ട് എന്നെ വെള്ളത്തിലേക്ക് വീണ്ടും വലിച്ചു താഴ്ത്തിക്കൊണ്ട് പോകുവാൻ ഇടവരരുതേ. ദൈവമേ, നിന്റെ ശക്തി എൻ്റെ കൂടെ ഇരിക്കണമേ. ആ കുഞ്ഞിനെ കൂടെ രക്ഷപ്പെടുത്തുവാനുള്ള ശക്തി എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റവാക്കിൽ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എടുത്ത് ചാടിയാൽ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയെ ദൈവം കേൾക്കും. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് എങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. നിങ്ങളിൽ ഒരാൾ രോഗിയായിരിക്കുന്നെങ്കിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം, മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം, സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കണം. അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപകളെ കെടുത്താതെ ദൈവകൃപയിൽ ശക്തിപ്പെട്ട് വളരുവാൻ നമുക്കിടയായി തീരണം. ഞാൻ പറഞ്ഞത് യാക്കോബിനോട് പറയുകയാണ്, ഇതാ ഞാൻ നിന്റെ ദൈവമാകുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ യേശു ക്രിസ്തു ആരാണ്? കർത്താവ് ചോദിക്കുന്നുണ്ട്, ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, അവർ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ് ടു മീ ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ എനിക്ക് യേശു ക്രിസ്തു ആരാണ്? ഒരു തച്ചനാണോ? അതോ ദൈവമാണോ? അതോ നമ്മെ സൗഖ്യമാക്കുന്നവനാണോ? നമ്മോട് കൂടെ ഇരിക്കുന്നവനാണോ? പരിശുദ്ധനായ പരിമല തിരുമേനി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് ദൈവം 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 ഈ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു. ആരെ കണ്ടാലും ദൈവനാമത്തിൽ അവർക്ക് സൗഖ്യം നൽകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഉത്സാഹമാണ്. ഇന്നത്തെ സമൂഹത്തിൽ പറ്റിയിരിക്കുന്ന വലിയൊരു അപജയം എന്ന് പറയുന്നത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് പ്രാർത്ഥന അറിയില്ല, കൗമാ ചൊല്ലാൻ അറിയില്ല. പള്ളിയിൽ പോകത്തില്ലല്ലോ, പിന്നെ എങ്ങനെ അറിയുന്നത്? പറഞ്ഞില്ലേ, അടുത്ത സമയത്ത് ഒരാൾ വന്ന് പറഞ്ഞു, രാവിലെ നമസ്കാരം തുടങ്ങിക്കഴിഞ്ഞപ്പോഴേ പറഞ്ഞു, കുമ്പസാരിക്കണം, മണവാളനാണ്, കുർബാന അനുഭവിക്കണം. അപ്പോൾ എന്നോടൊന്ന് പറഞ്ഞാ അല്ല അതിങ്ങി എന്നാൽ ഞാൻ പൊക്കോളാം. ഞാൻ ചോദിച്ചാൽ എന്താ കുർബാന? ഞാൻ പറഞ്ഞിടാ കുർബാന ചൊല്ലിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് കുർബാന തരുന്നത്? ആ അങ്ങനെയാണോ? കുർബാന അർപ്പിക്കാതെയാണോ കുർബാന അനുഭവിക്കുന്ന അറിയാൻ പാടില്ലാത്ത വളർന്നു വരുന്ന തലമുറയാണ്. വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ട് വന്നതാ, പള്ളിയിൽ മണവാളനായിട്ട് ചമഞ്ഞ് വന്നതാ. പിന്നെ വലിയ ഒരുക്കങ്ങളോടുകൂടെ വരും, എല്ലാം ഇട്ടുകൊണ്ടൊക്കെ. നമുക്കറിയുന്ന ആർഭാടങ്ങൾ കൂടി ഭക്തി നഷ്ടപ്പെട്ടിരിക്കുന്ന വിവാഹ കൂതാശകളാണ്. അവൻ പറഞ്ഞു, ലതിങ്ങി തന്നാൽ ഞാനങ്ങ് പൊക്കോളാം. നമ്മുടെ തലമുറയ്ക്ക് ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ച് അറിയില്ല, വിശുദ്ധ കുർബാനയെക്കുറിച്ച് അറിയില്ല, അതെപ്പോഴാണ് അനുഭവിക്കുന്നത് അറിയില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല, പള്ളിയിൽ എങ്ങനെ നിൽക്കണമെന്ന് പോലും അറിയില്ല. പള്ളിക്കകത്ത് ചെരുപ്പിട്ടുകൊണ്ട് കയറും അല്ലേ? മോശയോട് യഹോവയായ ദൈവം എന്താ പറയുക? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പൂരി കളയുക. ഇന്നിപ്പോൾ ഇതെല്ലാം ഇട്ടുകൊണ്ട് വരുമ്പം ഷൂസ് ഊരണമെന്ന് പറഞ്ഞാൽ വലിയ മടിയാണ്. കാരണം 3000-4000 രൂപ വിലയുള്ള ഷൂസാണ്. അത് ഊരിയിട്ടാൽ ചിലപ്പോൾ കിട്ടുകയില്ല. ഇവിടെ തന്നെ പണ്ട്
നമ്മുടെ വൈസ് ചാൻസലർ വന്നേച്ച് മീറ്റിംഗ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചെരുപ്പില്ല. ഞാൻ കൗൺസിൽ മെമ്പറായിരുന്നു. അച്ഛാ എൻ്റെ ചെരുപ്പ് പോയെന്ന് പറഞ്ഞു. പിന്നെ വേറെ റമ്പാച്ചൻ ചെരുപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അദ്ദേഹത്തെ വിട്ടത്. അത് നടക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് അവിടെ എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത്, എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്ന് അറിയാൻ പാടില്ലാത്ത സമൂഹമാണ്. അപ്പോൾ പരിമലത്തിരുമേനിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നന്മകൾ മറ്റുള്ളവർക്ക് നൽകുവാൻ സാധിച്ചതിൻ്റെ കാരണം എന്താണ്? നമ്മൾ പാടുന്നുണ്ട്, ബാല്യത്തിൽ തന്നെ ദൈവത്തിനു വേണ്ടി സ്വയമർപ്പിച്ചവനെ ആ ജീവിതവും ബാല്യത്തിൽ തന്നെ അങ്ങനെ ജീവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. ഇന്നത്തെ തലമുറയ്ക്ക് മൂല്യബോധം സംഭവിച്ചിരിക്കുകയാണ്, മൂല്യശോഷണം സംഭവിച്ചിരിക്കുന്നു അല്ലേ? ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. രാജ്യത്ത് നടക്കുന്ന അനീതി, അക്രമം, കൊള്ള, കൊല, മോഷണം, വ്യഭിചാരം, മറ്റു തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും. വിദ്യാലയങ്ങളിൽ നടക്കുന്ന എന്താ? ചെറിയ സംഭവങ്ങൾ മതി കേരളം മുഴുവൻ സ്തംഭിപ്പിക്കുന്ന വലിയ വലിയ സംഭവങ്ങളാക്കി മാറ്റുവാൻ ഇന്ന് കഴിയുന്നുണ്ട്. ചെറിയ കാര്യങ്ങളാണ്. അത് മന്ത്രിയായാലും തന്ത്രിയായാലും ഹെഡ്മിസ്റ്ററായാലും പ്രിൻസിപ്പാളായാലും കോട്ടൺ ഹില്ലായാലും ഏത് ഹില്ലായാലും ചെറിയ കാര്യങ്ങൾ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? അക്രമവും അനീതിയും വരമ്പുകൾ ലംഘിച്ചുകൊണ്ട് നടമാടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവഭയം ഇന്നില്ല. ദൈവത്തെ മറന്നുള്ള ജീവിതമാണ്. കുടുംബങ്ങളിൽ എത്രമാത്രം അധപ്പതിച്ച ജീവിതമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പിതാവിന് മക്കളെ പേടി, മാതാവിന് മക്കളെ പേടി, രണ്ടു കൂട്ടർക്കും കാമുകനെ പേടി, കാമുകയെ പേടി. എന്തൊക്കെയാ സംഭവിക്കുന്നത്? മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ്. പക്ഷെ ദൈവിക വിശ്വാസമുള്ളവർക്ക്, ദൈവബോധ്യമുള്ളവർക്ക്, ഉള്ളിൽ ജീവനുള്ളവർക്ക് ഒരു കുറവുണ്ടാകില്ല. കർത്താവ് പറയുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ അന്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, യാതൊരു അർഹതയും ഇല്ലാതെ നമുക്ക് ലഭിക്കുന്ന വലിയ അനുഭവത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. വീണ്ടും നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. വായിക്കാമോ? ഉൽപ്പത്തി 6. നമ്മുടെ ചിന്താവിഷയം, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. എടുത്തോ. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഞാൻ പറഞ്ഞല്ലോ, കൃപ എന്ന് പറയുന്നത് ഉൽപ്പത്തി മുതലേ ഉള്ളതാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു സ്വഭാവ ശ്രേഷ്ഠതയാണ് കൃപ. നാം ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ കൃപയാലാണ്. നാം ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. നാം നടക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ഐ മൈനസ് കൃപ, ഐ ആം നത്തിങ്. ഐ മൈനസ് ഗ്രേസ്, ഐ ആം നത്തിങ്. ഞാൻ ആയിരിക്കുന്നത് എന്താണ്? പൗലോസ്ലീഹ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമേ ഞാൻ ആയിരിക്കുന്നുള്ളൂ. നാം നേടിയതെല്ലാം എന്താണ്? ദൈവത്തിൻ്റെ കൃപയാണ്. നാം നടക്കുന്ന എന്താണ്? ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അന്നത്തെ സമൂഹത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ നോഹയുടെ വംശാവലിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നോഹ ആരായിരുന്നു? നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നല്ല മാതാപിതാക്കളിൽ നിന്ന് നല്ല കുഞ്ഞുങ്ങൾ ജനിക്ക് യാതൊരു സംശയവുമില്ല. ഒരു പുസ്തകത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി, അമേരിക്കയിലെ വലിയ ഒരു കൊള്ളസംഘത്തിൻ്റെ തലവനാണ് ഒരു വ്യക്തി. ആ വ്യക്തി എല്ലാ അധർമ്മങ്ങൾക്കും കൂട്ടു നിൽക്കും, പക്ഷേ അധർമ്മം ചെയ്യുകയല്ല. മനസ്സിലായോ? അദ്ദേഹത്തെക്കുറിച്ച് തിരക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മനസ്സ് ഇത് ചെയ്യുവാൻ എന്നെ അനുവദിക്കുന്നില്ല. കാരണം എൻ്റെ മാതാപിതാക്കൾ എന്നെ ഇത് പഠിപ്പിച്ചിട്ടില്ല. കൂട്ടുകെട്ടിൽ നിന്ന് എനിക്ക് ലഭ്യമായ ചില ദുസ്വാധീനങ്ങളാണ് എന്നെ വലിയ ഒരു കൊള്ളസംഘത്തിൻ്റെ നേതാവായി പ്രവർത്തിക്കുവാൻ ഇടയാക്കിയതെങ്കിലും ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് അനുതപിക്കുന്നു എന്ന് പറഞ്ഞു. മാതാപിതാക്കൾ ചെറുപ്പത്തിൽ കൊടുത്ത ശീലങ്ങൾ, അതുകൊണ്ടാണ് ചൊട്ടയിലെ ശീലം
ചുടല വരും. നമ്മൾ നല്ല കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തിയാൽ അവർ ഒരിക്കലും നഷ്ടമായി പോവുകയില്ല. നീതിമാന്റെ സന്തതി അപ്പോൾ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ പറയുകയാണ്, നോഹ ആരായിരുന്നു? അവൻ തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനും നീതിമാനും. യോബിനെ കുറിച്ചും പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം എടുത്ത് യോബിന്റെ പുസ്തകം അവിടെയും പറയുന്നുണ്ട്. പോട്ടെ, വീണ്ടും നമുക്ക് നോക്കാം. യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 32:50 പറയുന്നുണ്ട്. അവിടെ യാക്കോബിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. 32:50 അവിടെ പറയുകയാണ്, യാക്കോബ് തൻ്റെ വഴിക്ക് പോയി, ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ 32:1 എതിരെ വന്നു. യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞ് സ്ഥലത്ത് മഹനീയമെന്ന് പേരിട്ടു. ദൈവത്തെ തിരിച്ചറിയുവാനുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഞാൻ മുമ്പേ പറഞ്ഞു, ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ വളരേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരാണ് വിശുദ്ധന്മാരെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ലഭിച്ച ആളുകളാണ് വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് വരുന്നത്. ദാവീദിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അപ്പോസ്തല പ്രവൃത്തി 7:46 പറയുന്നുണ്ട്. വീണ്ടും പറയുകയാണ്, നാം മുടിഞ്ഞു പോകാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നു. നാം എന്തുകൊണ്ടാണ് മുടിയാതിരിക്കുന്നത്? ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. നാം ആപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. അതുകൊണ്ട് സർവചരാചരങ്ങളെയും അണ്ടകടാഹത്തെയും സൃഷ്ടിച്ചവനായ ദൈവം ആരാണ്? സൃഷ്ടാവാണ്. നാം ആരാണ്? സൃഷ്ടിയാണ്. സൃഷ്ടാവിൻ്റെ കരങ്ങളിൽ സൃഷ്ടി സുരക്ഷിതമാണ്. അതുകൊണ്ട് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയിൽ വളരുവാനായിട്ടാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നുണ്ട്, കൃപമേൽ നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യണമെന്നറിയാമോ? അവനെ പ്രസാദിപ്പിക്കണം. കൂടുതൽ കൃപ കിട്ടണമെങ്കിൽ എന്ത് വേണം? കൂടുതൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം. മാലാഹി പ്രവചനം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമുക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ട്, അത് കൂടുതൽ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഞാൻ ഈ പറയുന്ന 4-5 കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് സന്നിവേശിപ്പിച്ചാൽ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് കൃപയിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കും. നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കൃപയിലാക്കിയിരിക്കുന്നു. ഈ കൃപയിൽ നിന്ന് കൃപമേൽ കൃപ പ്രാപിക്കുവാൻ തക്കവണ്ണം നാം എന്ത് വേണം? ദൈവത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എബ്രായ ലേഖനം 11:1 പറയുന്നുണ്ട്. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം. ഞാൻ പറയും, നമുക്ക് ശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടാകണം. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ പറയുന്നുണ്ട്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. കുഷ്ഠരോഗിയോട് ചോദിക്കുന്നു, കുഷ്ഠരോഗി പറയുന്നുണ്ട്, എനിക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. അവനെന്ത് പറഞ്ഞു? എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാക എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മനസ്സ്, ദൈവ വിശ്വാസം നമുക്കുണ്ടാകണം കൃപ ലഭിക്കുവാൻ. 2, ദൈവഭയം നമുക്കുണ്ടാകണം. 3, പ്രാർത്ഥന നമുക്കുണ്ടാകണം. 4, വിശുദ്ധി നമുക്കുണ്ടാകണം. നമുക്ക് പിന്നെ താഴ്മയുണ്ടാകണം, മനസ്സലിവുണ്ടാകണം. അങ്ങനെ ആയി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് വളരുവാനായിട്ട് സാധിക്കും. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു, ദാവീദിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, മോശയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, പൗലോസിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, ശൗലിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, കൊർന്നേലിയോസിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എന്താണെന്നറിയാമോ? അവൻ വളരെ ദൈവഭക്തനും വളരെ ധർമ്മം ചെയ്യുന്നവനും എപ്പോഴും പ്രാർത്ഥിക്കുന്നവനും ആയിരുന്നു. അതിനാൽ ദൈവം അവനോട് കൃപ ചെയ്തു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കൃപയിലാണ് നാം ആയിരിക്കുന്നത്. ഇതിൽ നിന്ന് കൃപയിൽ നിന്ന് കൃപ നമുക്ക് മേൽകൃപ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നാം പ്രാർത്ഥിക്കുന്നവരായി തീരണം, ദൈവഭക്തരായിട്ട് തീരണം, ധർമ്മം കൊടുക്കുന്നവരാകണം, ദൈവികമായ സംസർഗത്തിൽ വളരുന്നവരാകണം. അങ്ങനെ ആയി കഴിയുമ്പോൾ ഇവിടെ നാം കണ്ടു, പലരോടും ദൈവം സംസാരിക്കുന്നുണ്ട്, അവരെയൊക്കെ പേർ ചൊല്ലി വിളിക്കുന്നുണ്ട്. സക്രിയാവിനെ പേർ ചൊല്ലി വിളിച്ചവനായ ദൈവം, മറിയമിനെ പേർ ചൊല്ലി വിളിച്ചവനായ ദൈവം,
അബ്രഹാമിനെ പേർ ചൊല്ലി വിളിച്ചവനായ ദൈവം ഹാഗാർ, ഇസ്ഹാക്ക്, യാക്കോബ്, ദാവീദ്, മോശ തുടങ്ങിയവരോട് പേർ ചൊല്ലി വിളിച്ചവനായ ദൈവം നമ്മെയും വിളിക്കും. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൃപയിൽ നിന്ന് കൃപയിലേക്ക് വളരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവദിനം ശ്രദ്ധയോടുകൂടെ കേട്ട നിങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയായി ഇടപെട്ട് നമ്മുടെ സകല ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും സഭയിലിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ കൃപകൾ നിങ്ങൾ പ്രാപിച്ചുകൊണ്ട് ശക്തിപ്പെട്ടു വളരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ഉടനെ തന്നെ മധ്യാഹ്ന നമസ്കാരം ആരംഭിക്കുന്നതാണ്. അതേ തുടർന്ന് പരിശുദ്ധ പരിമലത്തിന്മേലുള്ള മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലെ